പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശും നയനയും പുറത്തു പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അനാമികയും അച്ഛനെയും അവിടെ കാണാനിടയാകുന്നത്. അങ്ങനെ അവർ പതുക്കെ രക്ഷപ്പെട്ടിട്ട് അവിടെ നിന്ന് അവരെ കാണാതെ തന്നെ തിരിച്ചു പോരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിലെത്തിയ ഉടനെ തന്നെ കുളിച്ചൊക്കെ ഫ്രഷ് ആയതിനു ശേഷം നമ്മുടെ നയനയ്ക്ക് ചെറിയ അസ്വസ്ഥത വരികയാണ്. കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു തുടങ്ങുകയാണ്. എന്നിട്ട് പിന്നീട് അത് സഹിക്കാനാവാതെ ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി വന്നിട്ട് നയനയുടെ പുറമൊക്കെ ഒഴിഞ്ഞു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ മോളെ പെട്ടെന്ന് പുറത്ത് പോയ സമയത്ത് വയറിന് പിടിക്കാത്ത വല്ലതും കഴിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട് നമ്മളെപ്പോഴും കഴിക്കുന്നതൊക്കെ തന്നെയാണ് കഴിച്ചത്. പിന്നെ എല്ലാ സമയം ഒരുപോലെയോ ആവില്ലല്ലോ അമ്മേ, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇപ്പോൾ എന്താ മാറ്റം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഒരു സമാധാനം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി ജയേട്ടനോട് ചോദിക്കുന്നുണ്ട്, ജയേട്ട ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടർ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സമയത്ത് എന്തായാലും ഡോക്ടർ ഉണ്ടാവാൻ സാധ്യതയില്ല, ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാകും, നമുക്ക് എന്തായാലും പോയി നോക്കാം, ഇവിടെ ഇങ്ങനെ വേദന സഹിച്ച് എത്രയെന്ന് വെച്ചാൽ നിൽക്കാം, പ്രത്യേകിച്ച് ഈ സമയത്ത് എന്തായാലും നമുക്ക് ഡോക്ടറെ പോയി കാണിക്കാം, വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഗൈനക്കോളജിയെ വിളിപ്പിച്ച് വരുത്തിയാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നയനയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അവർ. അതേ സമയത്ത് നമ്മുടെ ആദർശനാണെങ്കിൽ ആകെ നിൽക്കപ്പുറത്തില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് അനിയുടെ അടുത്തോട്ട് പോയിട്ട് പറയുന്നുണ്ട്, എത്രയെന്ന് വെച്ചിട്ടാണ് ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക, അതുകൊണ്ട് സൈ കെട്ടിട്ട് അവസാനം പുറത്തിറങ്ങിയതാണ്, നയനയും കുട്ടി ഒന്ന് പുറത്ത് കറങ്ങി വരാമെന്ന് കരുതിയിട്ട്. ആ സമയത്ത് അവൾക്ക് ഫുഡ് കഴിച്ചത് പറ്റിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ കടുത്ത വയറുവേദനയാണ്. ഏതായാലും അച്ഛനും അമ്മയും ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു തിരക്കിലാണ്. നീ എന്തായാലും കൂടെ ചെന്നിട്ട് നയനേട്ടത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം, എനിക്കാകെ ടെൻഷൻ ആവുന്നുണ്ട്, അതാ അവൾക്ക് അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള പേടിയാണ് ഇപ്പോൾ എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, അതൊന്നും സംഭവിക്കില്ല, വയറിന് പിടിക്കാത്തത് എന്തെങ്കിലും കഴിച്ചിട്ടാകും, അതും കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ലല്ലോ, ഒന്നും സംഭവിക്കത്തില്ല, അത് ആ ഒരു ഇതിൻ്റെത് മാറുന്നത് വരെ ആ ഒരു വേദന ഉണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും, ഏട്ടൻ അതോർത്ത് വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജലജയും അഭിയാണെങ്കിൽ അതൊരു അവസരമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആരും ഇല്ല, നമുക്കിത് പ്രയോജനപ്പെടുത്തിയിട്ട് ആ നയനയുടെ മുറിയിൽ കയറിയിട്ട് ഏട്ടത്തി അവൾക്ക് കൊടുത്ത കുറച്ച് സ്വർണ്ണാഭരണങ്ങളുണ്ട്, അത്യാവശ്യം വില കൂടിയതാണ്, അത് നമുക്ക് അടിച്ചു മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. അങ്ങനെ പതുക്കെ നയനയുടെ മുറിയിൽ കയറിയിട്ട് നയന എഴുത്ത് വെച്ചിട്ടുള്ള ആഭരണങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് അതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണം നമ്മുടെ ജലജയും അഭിയും ചേർന്നിട്ട് അത് എടുക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച നമ്മുടെ ആദർശ് മുറിയിൽ നിന്ന് തന്നെ കട്ടിലിൻ്റെ ബാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന ആദർശ് അത് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആഹാ ഇതാണല്ലോ പരിപാടി, ആരുമില്ലാത്ത തക്കം നോക്കിയിട്ട് നയനയുടെ മുറിയിൽ കയറിയിട്ട് നയനയുടെ ആഭരണങ്ങൾ, അതും അമ്മ കൊടുത്ത പാരമ്പര്യമായിട്ട് സൂക്ഷിച്ചു വരുന്ന വില കൂടിയ ആഭരണങ്ങൾ തന്നെ അടിച്ചു മാറ്റുകയാണല്ലോ കളി. എന്നിട്ട് ഇതും ഇനിയിപ്പം നയനയുടെ കുടുംബക്കാരുടെ പേരിലിടാനായിരിക്കും തീരുമാനം. എന്തായാലും ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് പതുക്കെ അത് ഫോട്ടോ എടുത്തൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജലജയും അഭിയാണെങ്കിൽ ആ ഒരു മാല എടുത്തുകൊണ്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് ജലജ അഭിയോട് പറയുന്നുണ്ട്, ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നടന്ന സ്വർണ്ണമാലയാണ്, ഇത് വിറ്റാൽ നല്ല ക്യാഷ് കിട്ടും, എന്തായാലും ഇത് ഇനി ആർക്കും ഞാൻ കൊടുക്കത്തില്ല, എൻ്റെ കയ്യിലേക്ക് വരാൻ വേണ്ടി ഞാൻ കുറേ തക്കം പാത്ത് നിന്നതാണ്, ഇതാണ് ഒരു അവസരം കിട്ടിയത്, ഇനി ഇത് എൻ്റെ കയ്യിൽ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് ആദർശ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ശിക്ഷ തന്നെ നാളെ ആദർശ് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഇനി ഇങ്ങനെ മറഞ്ഞു നിന്നാൽ ശരിയാവില്ല, പുറത്ത് വരാനുള്ള അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള സമയമായി എന്നുള്ളത് ആദർശ് നിശ്ചയിക്കുകയാണ്.